ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമോ ആപ്പിലൂടെ പ്രധാനമന്ത്രി ഇന്ന് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. കൂടാതെ 10 റാലികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. അതേസമയം സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ സമവായമായില്ല. കോൺഗ്രസിന് 60 സീറ്റ് മാത്രം നൽകാനാണ് RJDയുടെ തീരുമാനം. ഏതൊക്കെ മണ്ഡലങ്ങൾ നൽകണം എന്നതിലും തർക്കം തുടരുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, NDA ഇപ്പോഴേ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. ഇപ്പോൾ തന്നെ പ്രചാരണം തന്നെ തുടക്കം കുറിക്കുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോഴും ഇന്ത്യ മുന്നണിയിൽ തമ്മിലടി തുടരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രഖി മേരാ ബൂത്ത് സബ്കി മജ്ബൂത്ത് എന്ന പേരിലൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കും. ബൂത്ത് തല ഭാരവാഹികൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് ബീഹാറിൽ ഏതാണ്ട് 10ലധികം റാലികൾ മൊത്തത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെ BJPയുടെയും അതേപോലെ തന്നെ NDAയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തുടരുന്ന സാഹചര്യമാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് 6-ാം തീയതിയാണ്. ഇനി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വെറും 2 ദിവസം മാത്രമാണുള്ളത്. 121 മണ്ഡലങ്ങളിലേക്കാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഈ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കുവാനോ നിശ്ചയിക്കുവാനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ സമവായത്തിലെത്തുവാനോ ഈ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല തവണ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ നടന്നു. കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് തന്നെ ഡൽഹിയിലെത്തി ഏതാണ്ട് 1.5 മണിക്കൂറോളം രാഹുലും പ്രിയങ്കയും ഒക്കെ തന്നെ ചർച്ച നടത്തി. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു സമവായത്തിലേക്ക് എത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ്. 135 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് RJD നയം വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് 70 സീറ്റായിരുന്നു ആവശ്യപ്പെട്ടത്. ഒടുവിൽ കോൺഗ്രസിന് 60 സീറ്റ് നൽകാമെന്നുള്ളൊരു ധാരണയായി. അപ്പോഴും മണ്ഡലങ്ങൾ ഏത് എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPML ഇടത് പക്ഷ പാർട്ടിയായ CPML ഒരു 18 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ RJD 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പിന്നീട് RJD സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ മണ്ഡലങ്ങൾ സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നു. എത്ര സീറ്റുകൾ എന്നത് സംബന്ധിച്ചുള്ള തർക്കം ഇങ്ങനെ നിലനിൽക്കുന്നു. ഒരു തരത്തിലുള്ള സമവായത്തിലേക്ക് എത്താൻ ഇന്ത്യ മുന്നണിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. RJD കോൺഗ്രസ് തർക്കം ഒരു കോണിൽ നിൽക്കുമ്പോൾ ഇടതു പാർട്ടികളുമായിട്ടുള്ള തർക്കം മറ്റൊരു കോണിൽ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു സമവായത്തിലെത്താതെ ഇങ്ങനെ സീറ്റ് വിഭജന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നിപ്പോൾ വീണ്ടും മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ മഹാഗഡ്ബന്ധൻ സഖ്യത്തിലെ കക്ഷികൾ RJD കോൺഗ്രസ് അതേപോലെ തന്നെ ഇടത് പക്ഷ പാർട്ടികൾ CPI CPML അതേപോലെ തന്നെ CPI എന്നീ പാർട്ടികളുമായി വിശദമായ ചർച്ചയുണ്ട്. CPMന് 4 സീറ്റ് നൽകാമെന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. CPM കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 4 സീറ്റുകൾ എന്നുള്ള ഒരു ഇതിലാണ്. അതിൽ 3 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇനി ഒരു സീറ്റിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോഴും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമോ ആപ്പിലൂടെ പ്രധാനമന്ത്രി ഇന്ന് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഒപ്പം തന്നെ 10 റാലികളിലും പങ്കെടുക്കുന്നുണ്ട്. നന്ദഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.